ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീടിനകത്ത് തറയിൽ നോക്കിക്കി കുറേ പൊടികൾ. ഇത് അടിച്ചു വാരാഞ്ഞിട്ടല്ല കേട്ടോ, ഡെയിലി അടിച്ച് വാരുന്നതാണ്. ഞാൻ ഇപ്പം കൂടെ അടിച്ചു വാരി പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ പൊടി വീണുകൊണ്ടിരിക്കുക. ഇത് എവിടെ നിന്നല്ലേ? നമ്മുടെ വീട്ടിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കസാരയുണ്ട്, പഴയ കസാരയാണ്. അത് പഴകിയിട്ട് പ്ലാസ്റ്റിക് ദ്രവിച്ചിട്ട് അതിങ്ങനെ പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ അടിച്ചു പോയാലും ഒരു 10 മിനിറ്റ് കൊണ്ട് അതേപോലെ പൊടിയാണിത് വീഴും, അവിടെ നിലത്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ചൊറി പിടിച്ച കസാരയൊന്ന് പുത്തനാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതിനെ നമ്മളിതാ ഈ കസാര എടുത്ത് പുറത്തിട്ടിട്ട് ഇതേപോലത്തെ പൊട്ടി ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇതൊന്നും ഇങ്ങനെ നല്ലപോലെ ഒരതി എടുക്കുക. കണ്ട് ആ പൊടി വീഴുന്ന കണ്ടോ, ഈ പൊടിയാണ് നമ്മുടെ പെരക്കകത്ത് വീണോണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര അടിച്ച് ക്ലീൻ ആക്കിയാലും അടിച്ച് വാരാത്ത പെരക്കകം പോലെയാണ്, വീടിനകം പോലെയാണ് നമുക്ക് കിടക്കണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല മൂർച്ചയുള്ള പൊട്ടി ബ്ലേഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ ചുരണ്ടി എടുക്കുകയാണ്. ഈ പൊടിയാണ് നമ്മളിങ്ങനെ തൊടുമ്പത്തിന് അതിങ്ങനെ പൊടിഞ്ഞ് വീഴുകയാണ്. അത് പ്ലാസ്റ്റിക് ദ്രവിച്ചിട്ട് അങ്ങനെ പൊടിഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ചുരണ്ടി കളയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് നല്ലപോലെ ചുരണ്ടി കളഞ്ഞ് നല്ല തട്ടിക്കൊട്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു ഹീറ്റർ എടുക്കുക കേട്ടോ. നമ്മളിതിങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ നല്ലപോലെ നിറം മാറി വരുന്ന കണ്ടോ, നല്ലൊരു പ്ലാസ്റ്റിക് നല്ലപോലെ ഒന്ന് ഉരുകിയിട്ട് ആ നിറം മാറി വരും, നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇതിനകത്ത് നമുക്ക് ₹1 നമുക്ക് മുടക്കണ്ട, പെയിൻ്റ് അടിക്കുക അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, പുത്തനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് മുഴുവനും ഹീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പഴകിയ കസാര സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കാതെ നമ്മൾ പുറത്തിടുകയുള്ളൂ. നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിങ്ങനെ പൊടിഞ്ഞ് വീഴുകയാണ്, നമ്മൾ പുതിയത് വാങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി തൊട്ട് ആരും പുതിയത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഈ പഴയ കസാര ആയാലും സ്റ്റൂളായാലും ഇതേപോലെ ഒന്ന് ഒരതി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് കണ്ടോ പുത്തനാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഇതുകൊണ്ട് ചൊറി പിടിച്ച കസാരയാണ് ഇപ്പോൾ നമ്മൾ പുത്തനാക്കി എടുത്തിട്ടുള്ളത്. ₹1 നമുക്കിനകത്ത് മുടക്കില്ല. ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇതിനകത്തൊന്ന് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കസാര സ്റ്റൂളായാലും നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനും പറ്റും കേട്ടോ. എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും ഇതേപോലത്തെ പഴകിയ കുറേ കസാരകളും സ്റ്റൂളുകളും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പുതുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് കസാരകളും സ്റ്റൂളുകളും വാങ്ങേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.